നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ സ്വഭാവവും എല്ലാം നമ്മൾ പല തരത്തിൽ അല്ലെങ്കിൽ നമ്മളെ കാണുന്ന പല ആൾക്കാർ നമ്മളെ പല തരത്തിൽ വിലയിരുത്താറുണ്ട്. നമ്മുടെ ചില നമ്മൾ ഇരിക്കുന്ന ചില പൊസിഷനുകളിൽ വെച്ച്, നമ്മൾ ചില സംസാരിക്കുന്ന പൊസിഷനിൽ, നമ്മുടെ പലതരത്തിലുള്ള ബോഡി ലാംഗ്വേജുകൾ വെച്ചും നമ്മളെ പല ആൾക്കാർ വിലയിരുത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ വ്യക്തിത്വത്തെയും വിലയിരുത്താൻ പറ്റുന്ന മറ്റൊരു ഘടകമാണ് നമ്മുടെ ഉറക്കം. ഉറക്കമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന പൊസിഷൻ നോക്കി നമ്മളുടെ വിവിധ തരത്തിലുള്ള നമ്മുടെ സ്വഭാവങ്ങളെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിലൂടെ നമ്മളെ തിരിച്ചറിയാൻ സാധിക്കും. ഉറക്കം എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കളുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു വലിയ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ കിടന്ന് ഉറങ്ങുന്നത്, ഈ ഒരു രീതി വെച്ചിട്ട് നമ്മുടെ സ്വഭാവങ്ങളെ തരംതിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ കണ്ടുപിടിക്കാമെന്ന് ഗവേഷകർ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ പൊസിഷനാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ പൊസിഷൻ. അതായത് ഈ ഒരു സ്ഥാനമെന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ശിശു എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെയുള്ള ഒരു ഏകദേശ സാമ്യമുള്ള ഒരു പൊസിഷനാണ്. ഗവേഷകരുടെ ഗവേഷണ ഫലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഈ പൊസിഷനിൽ കിടന്ന് ഉറങ്ങുന്നവർ. പരീക്ഷണങ്ങളിൽ പങ്കെടുത്തവരിൽ 41% ആൾക്കാരും ഇങ്ങനെ കിടന്നുറങ്ങുന്നവരാണ്. ഈ പൊസിഷനും അവരുടെ സ്വഭാവവും തമ്മിൽ ഗവേഷകർ ബന്ധിപ്പിച്ച് നോക്കിയപ്പോൾ ഈ പൊസിഷനിൽ കിടക്കുന്നവർ മിക്കവാറും ആൾക്കാർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ കിടന്ന് ഉറങ്ങുന്ന ആളുകൾ പൊതുവെ ലജ്ജാശീലരും അതുപോലെ തന്നെ രഹസ്യമായി സംസാരിക്കുന്ന ആളുകളുമായിരിക്കും. പക്ഷേ താമസിയാതെ തന്നെ അവരുടെ സംഭാഷണം ഒരു ഒഴുക്കിൽ അങ്ങനെ പോവുകയും ചെയ്യും. അടുത്ത ഒരു സ്ഥാനമാണ് ഒരു വശം ചെരിഞ്ഞു കിടന്നിട്ട് രണ്ട് കൈകളും താഴേക്ക് വെച്ച് കിടക്കുന്ന ഒരു പൊസിഷൻ. സർവേയിൽ പങ്കെടുത്തിട്ടുള്ള 15% ആൾക്കാരും ഇങ്ങനെ ഉറങ്ങുന്നവരായിരുന്നു. ഈ ഒരു പൊസിഷനിൽ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർ വളരെ സൗഹൃദപരരും അതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നവരുമാണ്. ഇവർ വളരെ വിശ്വസ്തരാണ്, അതുപോലെ തന്നെ എളുപ്പം ഇവരോട് കൂട്ടുകൂടാനും എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെയുള്ള ആളുകളുമായി എളുപ്പത്തിൽ കൂട്ടുകൂടുവാനും കഴിയും. അടുത്ത ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് രണ്ട് കൈകളും മുൻപിൽ വെച്ച് കിടന്ന് ഉറങ്ങുന്ന ഒരു പൊസിഷനാണ്. പഠനത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഈ ഗവേഷണത്തിൽ പങ്കെടുത്ത ആളുകളിൽ 13% ആളുകളും ഇങ്ങനെ ഒരു പൊസിഷനിൽ കിടന്നുറങ്ങുന്നവരാണ്. ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആൾക്കാർ ഒരു തുറന്ന സ്വഭാവമുള്ള ആൾക്കാരാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഇവരെ സംശയാസ്പദമായി കണ്ടെന്നും വരാം. ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുവാൻ ഒരുപാട് സമയം ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത്രയും സമയമൊക്കെ ഒരു തീരുമാനം എടുക്കാൻ അവർ എടുത്തെങ്കിലും അവർ അവസാനമായി ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്ന ആ ഒരു തീരുമാനത്തിൽ അവർ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അടുത്ത ഒരു പൊസിഷൻ എന്ന് പറയുന്നതാണ് പട്ടാളക്കാർ എന്ന് പറയുന്ന മറ്റൊരു പൊസിഷൻ. അതായത് കൈകൾ രണ്ടും നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെച്ച് മലർന്നു കിടന്ന് ഉറങ്ങുന്ന ഒരു പൊസിഷനാണിത്. പഠനത്തിൽ അല്ലെങ്കിൽ ഗവേഷണത്തിൽ 8% ആൾക്കാർ ഈ ഒരു പൊസിഷനിലാണ് കിടന്നുറങ്ങിയത്. ഇങ്ങനെയുള്ള ആളുകൾ പൊതുവെ നിശബ്ദരും അവരുടെ ജീവിതത്തെ വളരെ സ്വകാര്യമായി കൊണ്ടുപോകുന്ന ആൾക്കാരുമാണ്. ഇങ്ങനെയുള്ള ആളുകൾ സാധാരണയായി തങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കൂടെ വേണ്ടിയിട്ട് ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണ്. മറ്റൊരു പൊസിഷനും ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ഗവേഷകർ നമുക്ക് പെട്ടെന്ന് ഉറങ്ങുവാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതുമായിട്ടുള്ള ഒരു പൊസിഷനാണ് ഫ്രീ ഫാൾ പൊസിഷൻ. ഈ ഒരു പൊസിഷനിൽ തല ഒരു വശത്തേക്ക് ചെരിച്ച് കമന്ന് കിടന്ന് കൈകൾ കൊണ്ട് തലയണ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ഒരു പൊസിഷനാണ്. പഠനത്തിൽ ഏർപ്പെട്ട 7% ആളുകൾ ഈ ഒരു പൊസിഷനിലാണ് കിടന്നുറങ്ങിയത്. ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും പരിഭ്രാന്തരോ അല്ലെങ്കിൽ ആവേശഭരിതരോ ആയിട്ടുള്ള വ്യക്തികളായിരുന്നു. ഈ ഒരു പൊസിഷനിൽ കിടന്നുറങ്ങുന്ന ആളുകൾ എന്തെങ്കിലും ഒരു വിമർശനം സ്വീകരിക്കുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമഘട്ടങ്ങളായ സിറ്റുവേഷനുകളെ നേരിടാൻ സാധിക്കാത്തവരോ ആണ്. അടുത്ത ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നക്ഷത്ര മത്സ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർ ഫിഷിൻ്റെ ഒരു പൊസിഷനാണ്. ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കമന്ന് കിടന്ന് രണ്ട് കൈകളും തലയണയ്ക്ക് മേളിൽ വെച്ച് കിടന്നുറങ്ങുന്ന ആൾക്കാരെയാണ്. പഠനത്തിൽ പങ്കെടുത്ത 5% ആൾക്കാരും ഈ ഒരു പൊസിഷനിൽ കിടന്ന് ഉറങ്ങിയവരാണ്. ഇവർ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും സഹായിക്കാനും താല്പര്യമുള്ളവരും അതുപോലെ തന്നെ ശ്രദ്ധ ചെലുത്തുന്നവരും ആയതുകൊണ്ട് തന്നെ ഇവർ എളുപ്പത്തിൽ സുഹൃത്തുക്കളെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് എളുപ്പത്തിൽ ഒരുപാട് സുഹൃത്തുക്കളെ ലഭിക്കുകയും ചെയ്യുന്നു. അവർ എപ്പോഴും അവൈലബിൾ ആണെങ്കിലും ഒരിക്കലും പബ്ലിക് ഫെയിം ഇഷ്ടപ്പെടാൻ
ഇഷ്ടമല്ലാത്ത ഒരു മനുഷ്യരാണ്.